മദ്യനയത്തിലും കരിമണൽ ഖനനത്തിലും PM ശ്രീയിലും വിവാദങ്ങൾ കൊടുമ്പിരി കൊള്ളവേ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കൂടുതൽ ഒറ്റപ്പെടുന്നു. പ്രതിപക്ഷത്തിന്റെ ജോലി കൂടുതൽ എളുപ്പമാക്കിക്കൊണ്ട് കോൺഗ്രസിൽ നിന്നും UDF-ൽ നിന്നും കടുത്ത എതിർപ്പ് ഉയരുകയാണ്. രാഷ്ട്രീയ സാഹചര്യം മുതലെടുത്ത് ഇടതുപക്ഷം ആക്രമണത്തിന് മൂർച്ച കൂട്ടുകയും ചെയ്യുന്നുണ്ട്. മദ്യനികുതിയിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെ തുറന്ന യുദ്ധവുമായി VM സുധീരൻ രംഗത്തെത്തി. നികുതി ഇളവ് പ്രഖ്യാപിച്ചത് മുന്നണിയിലോ പാർട്ടിയിലോ ചർച്ച ചെയ്യാതെയാണെന്ന് പറഞ്ഞ സുധീരൻ നീക്കത്തിൽ കടുത്ത അതൃപ്തിയിലാണ്. പ്രതികരണത്തിലേക്ക്. വിശദമായ ചർച്ച നടത്തി നയം രൂപീകരിച്ചതിന് ശേഷം ഏതെങ്കിലും പശ്ചാത്തലത്തിൽ മദ്യവ്യാപനത്തിന് സാധ്യത കൊടുക്കുന്ന ആ കാര്യം ചർച്ച ചെയ്ത് അല്ലെങ്കിൽ സമഗ്രമായ മദ്യനയം രൂപം കൊടുത്തിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാകുമായിരുന്നില്ല. നിർഭാഗ്യവശാൽ ഈ പ്രശ്നം സംബന്ധിച്ച് സമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുള്ള സംശയങ്ങളും ആശങ്കകളും ഒക്കെ അതേപടി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, ബജറ്റിൻ്റെ ഭാഗമായി അടുത്തതിനെ അവതരിപ്പിക്കുന്ന ഫിനാൻസ് ബില്ല്, ആ ഫിനാൻസ് ബില്ല് അവതരിക്കുന്ന വേളയിൽ തന്നെ ഈ പ്രപ്പോസൽ ഒഴിവാക്കിക്കൊണ്ടുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ളത്. അതാണ് അതിൻ്റെ ഏറ്റവും നല്ല രീതി എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ജനങ്ങളുടെ സംശയവും ആശങ്കയും ദൂരീകരിക്കപ്പെട്ടില്ല. വിശ്വാസ്യതയ്ക്ക് മങ്ങലേൽക്കുന്ന നടപടി വേണ്ടെന്നും VM സുധീരൻ. അതേസമയം മദ്യനികുതി ഇളവിൽ KCBC സർക്കാരിനെതിരെ രംഗത്തെത്തി. മദ്യനയം PM ശ്രീ അടക്കമുള്ള വിഷയങ്ങളിൽ മുസ്ലിം ലീഗിന്റെ രണ്ടാമത്തെ നേതൃത്വവും എതിരഭിപ്രായം തുറന്നു പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. മഹേഷ് ചന്ദ്രനുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകാൻ. മഹേഷ്, ഈ പറഞ്ഞതുപോലെ PM ശ്രീ മണൽ ഖനനം ഒപ്പം തന്നെ ഉള്ള ഈ വിഷയങ്ങളിൽ എല്ലാം UDF-നുള്ളിൽ തന്നെ മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിമർശനങ്ങൾ ശക്തമാവുകയാണ്. VM സുധീരനൊക്കെ ഇന്ന് ഒരു മറയുമില്ലാതെയാണ് വിമർശനങ്ങൾ, അദ്ദേഹത്തിന്റെ അതൃപ്തിയൊക്കെ തുറന്നു പറഞ്ഞത്. എങ്ങനെ കാണണം ഈ നീക്കത്തെ? മുഖ്യമന്ത്രി ഒറ്റപ്പെടുകയാണെന്നതാണ് ചോദ്യം. അരുണ്യ, ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഒറ്റയ്ക്ക് തന്നെ എടുത്ത തീരുമാനങ്ങളാണ് വിവാദങ്ങൾക്ക് വഴിവെക്കുന്നതെന്ന വിമർശനമാണ് കോൺഗ്രസിനുള്ളിൽ തന്നെ ഉണ്ടാകുന്നത്. കോൺഗ്രസ് വിഭാഗം ശക്തമായി തന്നെ ഉന്നയിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. എക്സൈസ് മന്ത്രി M. ലിജു അടക്കമുള്ളവരൊക്കെ അറിയാതെ തന്നെയാണ് മദ്യനയവുമായി ബന്ധപ്പെട്ടൊരു കാര്യത്തിൽ തീരുമാനമെടുത്തത് എന്നുള്ളതാണ് വലിയ വിമർശനം. ടാക്സിന് നികുതി ഇളവിൻ്റെ കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കാനുള്ള അധികാരം, അവകാശം അത് ധനകാര്യമന്ത്രിക്കുണ്ട്. അത് മുഖ്യമന്ത്രി തന്നെയാണ് ധനകാര്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് ആ രീതിയിൽ തീരുമാനം എടുക്കാൻ കഴിയും. പക്ഷേ ഇക്കാര്യത്തിൽ ഇത് വീര്യം കുറഞ്ഞ മദ്യവുമായി ബന്ധപ്പെട്ട ഒരു നയപരമായ തീരുമാനമാണ്. അത്ര നയപരമായ തീരുമാനം എടുക്കണമെങ്കിൽ സാധാരണഗതിയിൽ അത് മുന്നണിയിലും പാർട്ടിയിലും ചർച്ച ചെയ്യുന്നതാണ് പൊതുവെയുള്ള രീതി. ആ ചർച്ചകൾ ഉണ്ടാകാതെ ഏകപക്ഷീയമായി മുഖ്യമന്ത്രി തീരുമാനമെടുത്തു. വീര്യം കുറഞ്ഞ മദ്യങ്ങൾക്ക് ഇളവ് കൊടുത്തു. അതിനക്കാര്യത്തിൽ പല സംശയങ്ങളും ഇവർക്ക് ഉണ്ട്, കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെയുണ്ട്. മുന്നണിക്കുള്ളിലും ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. മാത്രമല്ല മറ്റു സമുദായ സംഘടന അടക്കം ശക്തമായി രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. പ്രതിപക്ഷം നിയമസഭയിൽ ഈ വിഷയം ഉന്നയിച്ച സാഹചര്യമുണ്ട്. ആ സാഹചര്യങ്ങൾ ഇന്നലെ മുഖ്യമന്ത്രി നൽകിയ മറുപടി ഇതായിരുന്നു. UDF ചർച്ച ചെയ്തുള്ള തീരുമാനമായിരിക്കും ഉണ്ടാവുക. ഈ വീര്യം കുറഞ്ഞ മദ്യങ്ങൾ നികുതി ഇളവിൻ്റെ കാര്യത്തിൽ അന്തിമമായുള്ള തീരുമാനം അപ്പോഴേ ഉണ്ടാവുകയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഇത് ബജറ്റിൽ ഉൾക്കൊള്ളിച്ച് ഇത് ബില്ലിലേക്ക് വരാൻ പോകുന്നു. അപ്പോൾ ധനബിൽ പാസ്സാക്കുകയാണെങ്കിൽ അതോടൊപ്പം തന്നെ ഈ പറയുന്ന നികുതി ഇളവ് പ്രാബല്യത്തിൽ വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ ആ ധനബില്ലിന് മുമ്പ് തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണം. അത് മാറ്റം എന്ന തരത്തിലുള്ള ശക്തമായ ആവശ്യമാണ് VM സുധീരനെ പോലെയുള്ള മുതിർന്ന നേതാവ് തന്നെ മുന്നോട്ട് വച്ചിരിക്കുന്നത്. VM സുധീരനെ നമുക്ക് കാലങ്ങളായി അറിയുന്ന അദ്ദേഹത്തിൻ്റെ രീതികളുണ്ട്. കാരണം അദ്ദേഹം മദ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതുപോലെ തന്നെ കരിമണൽ ഖനനമായ വിഷയങ്ങളിലൊക്കെ തന്നെയും ശക്തമായി നിലപാടെടുക്കുന്ന ഒരാളാണ്. VM സുധീരൻ്റെ കൂടി പിന്തുണയോടുകൂടിയാണ് ഹൈക്കമാൻഡിന് അറിയിപ്പിനെ തുടർന്നുകൂടിയാണ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി മാറിയത്. വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആകുന്നതിന് പിന്നിൽ ശക്തമായി സംബന്ധം ചെലുത്തിയ നേതാക്കളിൽ ഒരാൾ കൂടിയാണ് VM സുധീരൻ. ആ സുധീരനെ പോലുള്ള നേതാവ് തന്നെ ഇക്കാര്യത്തിൽ സംശയങ്ങളുണ്ട്. ഇത് ചർച്ച ചെയ്യാൻ തീരുമാനമെടുത്തു എന്ന തരത്തിലേക്കുള്ള തുറന്ന വിമർശനം തയ്യാറായിരിക്കുന്നത് അത് സതീശനെ കൂടുതൽ ഒറ്റപ്പെടുത്തുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തായാലും UDF കൂടി ആലോചിച്ചായിരിക്കും തീരുമാനം ഉണ്ടാവുക എന്ന് പറയുന്നു. കരിമണൽ ഖനനത്തിൻ്റെ കാര്യത്തിൽ അത് ശശിധരൻ കർത്ത എന്ന CMRL മാത്രമല്ല അദാനി കൂടി കണ്ണുവച്ചിട്ടുണ്ട് എന്ന തരത്തിലേക്കൊരു മുൻകൂട്ടിയുള്ള എറിയൽ കൂടി ഇക്കാര്യത്തിൽ VM സുധീരൻ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സുധീരൻ അടക്കമുള്ള നേതാക്കൾ ഉന്നയിക്കുന്ന ഈ വിഷയങ്ങളെ അത് പരിഗണിക്കാതിരിക്കാൻ ഇനി മുഖ്യമന്ത്രി കഴിയാത്ത സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അരുണ്യ. ശരി, മഹേഷ് ചന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.